ഹല്ലേലൂയ. 1-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളാണ് ചിന്തകൾക്ക് ആധാരമായി ഞാൻ പ്രാരംഭത്തിൽ വായിക്കുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, നിൻ്റെ ആത്മാവിൽ വിരചിതമായ ഈ സങ്കീർത്തനത്തിൽ നിന്നും ഈ വചനങ്ങളെ വേണ്ടതുപോലെ വ്യാഖ്യാനിപ്പാനടിയന് കൃപ നൽകണമേ. സ്ക്രീനിന് മുമ്പിലായിരിക്കുന്ന ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവത്തോളം ശക്തി ദൈവത്തിൻ്റെ വചനത്തിനുള്ളതിനാൽ, ദൈവത്തിൻ്റെ വചനം ദൈവമായതിനാൽ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവമായതിനാൽ, ദൈവപ്രവൃത്തി ഇന്ന് ഏതൊക്കെ മേഖലകളിലാണോ ദൈവമക്കൾക്ക് വേണ്ടത്, ഈ വചനത്തിലൂടെ ജനത്തെ ദൈവം തൊടണമേ. അങ്ങ് സൗഖ്യമാക്കുന്ന റാഫയായതിനാൽ, കരുതുന്ന ഇരയായതിനാൽ, സമാധാനം നൽകുന്ന ശാലോമായതിനാൽ, ഞങ്ങളെ ഉയർത്തുന്ന നിസിയായതിനാൽ, അങ്ങയുടെ വചനത്താൽ എല്ലാത്തെയും സൃഷ്ടിക്കുന്ന എലോഹീം ആയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഈ വചനത്തിൻ്റെ മുമ്പിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ജനത്തെ ബ്ലെസ് ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സങ്കീർത്തനത്തിൽ നിന്നാണ് നാം വായിച്ചത്. സങ്കീർത്തനങ്ങളിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൽ ഭൂരിപക്ഷവും സങ്കീർത്തനങ്ങൾ എഴുതിയ ദാവീദാണ്. BC 1010 മുതൽ BC 970 വരെയുള്ള 40 വർഷ കാലഘട്ടമായിരുന്നു ദാവീദിൻ്റെ ഭരണകാലഘട്ടം. ദാവീദ് രാജാവായിരുന്നു, ഇസ്രായേലിലെ 2ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട രാജാവ്. രാജാവായതിനു ശേഷം താൻ നന്ദി കൊണ്ടെഴുതിയ അനേക നന്ദിയും സ്തുതിയും സ്തോത്രവും ദൈവസന്നിധിയിൽ ദൈവത്തെ ഉയർത്തി ദൈവത്തിന് പാട്ടുപാടുന്ന അനേക സങ്കീർത്തനങ്ങൾ താൻ രചിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ തൻ്റെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ തൻ്റെ അപ്പൻ്റെ ആടുകളുമായി വനാന്തരത്തിലായിരുന്ന സമയത്ത് താനും ദൈവവുമായുള്ള അഴമേറിയ ബന്ധം താൻ സൂക്ഷിച്ചുകൊണ്ട് എഴുതിയ അനേക സങ്കീർത്തനങ്ങളുമുണ്ട്. 23-ാം സങ്കീർത്തനം വളരെ പ്രസ്താവ്യമാണ്. അതിൻ്റെ 1-ാം വാക്യത്തിൽ യഹോവ എൻ്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല. യഹോവയാം ദൈവത്തെ ഇടയനായും തന്നെ ഒരു ആടായും ചിത്രീകരിച്ചുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള മനോഹരമായ സങ്കീർത്തനം. 1-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഡോൺസ് ചെയ്യരുതാത്തവ എന്താണത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാൻ പാടില്ല, പാപികളുടെ വഴിയിൽ നിൽക്കാൻ പാടില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ പാടില്ല. ഡൂസ് എന്താ ചെയ്യേണ്ടത്? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം. ഇതാണ് 1-2 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ നമുക്ക് നൽകുന്ന പൊതുവായിട്ടുള്ള ഒരു ഉപദേശം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാൻ പാടില്ല എങ്കിൽ എങ്ങനെ നടക്കണം? ആരുടെ കൂടെ നടക്കണം? അതൊരു ചോദ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഹാനോക്കിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത്, മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 വർഷം ദൈവത്തോടെ കൂടെ നടന്നു. വേദപുസ്തക ചരിത്രത്തിൽ ഏറ്റവും അധികം ജീവിച്ചിരുന്ന ആളാണ് മെഥൂശലഹ്. 969 വർഷമായിരുന്നു മെഥൂശലഹിൻ്റെ ആയുസ്. ലോകത്തിൽ ഏറ്റവും അധികം ജീവിച്ചിരുന്ന ഒരാളുടെ അപ്പനായിരുന്നു ഹാനോക്ക്. ഹനോക്കിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? 65-ാമത്തെ വയസ്സിൽ മകൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. തുടർന്ന് താൻ ലോകത്തിലായിരുന്ന 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. അതൊരനുഗ്രഹിക്കപ്പെട്ട ചിന്ത തന്നെയാണ്. നാം ഈ ലോകത്തിൽ എത്ര കാലം ജീവിച്ചിരുന്നു എന്നുള്ളതിനേക്കാൾ എങ്ങനെയാണ് ജീവിച്ചത്, ആരുടെ കൂടെയാണ് ജീവിച്ചത്, ആരുടെ കൂടെയായിരുന്നു സഹവാസം, ആരായിരുന്നു നമ്മുടെ സ്നേഹിതർ, ആരുടെ കരം പിടിച്ചാണ് കൂടുതൽ നടക്കാൻ ഈ ലോകത്തിൽ ഇടയായി തീർന്നത്, ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരുത്തരം ഹാനോക്കുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ ഹാനോക്കിന് പറയാനുള്ള മറുപടി, 300 വർഷം എൻ്റെ ആയുസിൻ്റെ ഭൂരിഭാഗവും ഞാൻ ദൈവത്തോട് കൂടെ നടന്നു. താൻ ദൈവത്തോട് കൂടെ നടന്നതിനാൽ അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നും വേദപുസ്തകം അവനെക്കുറിച്ച് സാക്ഷിക്കുകയാണ്. 2 രാജാക്കന്മാർ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം വചനം ഇങ്ങനെ പറയുന്നു, അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്ന്യാശങ്ങളും വന്ന് അവരെ വാതിരിക്കുകയുണ്ടായി. എലിയാവിനെക്കുറിച്ചും എലീശയെയും കുറിച്ചുമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം പറയുന്നത്. അന്ന്
ബഥേലിലും യെരിഹോവിലും യോർദനിലും മിനിമം 50 പ്രവാചക ശിഷ്യന്മാർ പാർക്കുന്ന കാലഘട്ടം. എലിയാ വന്ന് അവരിൽ നിന്ന് മാറ്റപ്പെടും, ജീവനോട് എടുക്കപ്പെടുമെന്ന് ഈ പറയപ്പെട്ട 3 സ്ഥലങ്ങളിലുമുള്ള പ്രവാചക ശിഷ്യന്മാർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയും. എന്നാൽ ഈ പ്രവാചക ശിഷ്യന്മാർ, കൃപയുള്ള പ്രവാചക ശിഷ്യന്മാർ, പ്രവചിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കൃപാവരമുള്ളവർ, ഇവരാരും തൻ്റെ ഗുരുവായ ഏലിയാവിൻ്റെ കൂടെ അവസാനം നടക്കാൻ താൻ തയ്യാറാകാതിരിക്കുമ്പോൾ എലീശ ഒരു നല്ല തീരുമാനമെടുത്തു. അവർ യാത്ര പുറപ്പെടുന്ന ഗിൽഗാലിൽ നിന്ന് ബഥേലിലേക്കും, ബഥേലിൽ നിന്ന് എരിഹോവിലേക്കും, എരിഹോവിൽ നിന്ന് യോർദാനിലേക്കും ഏലിയാവിൻ്റെ ഒപ്പം നടക്കാൻ ഈ എലീശയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്. അവൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അത് അനുഗ്രഹിക്കപ്പെട്ട തീരുമാനമായിരുന്നു. ഒരു ദുഷ്ടൻ്റെ കൂടെയല്ല, പാപിയുടെ കൂടെയല്ല, ഏതെങ്കിലും ഒരു അകൃത്യം ചെയ്യുന്നവൻ്റെ കൂടെയല്ല. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രവാചകൻ, വിശുദ്ധനായൊരു മനുഷ്യൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കാലയളവിൻ്റെ അവസാന കാലഘട്ടം എലീശ നടന്നതുകൊണ്ട് ഈ എലീശ ദൈവസന്നിധിയിൽ എടുക്കപ്പെടുന്ന കാഴ്ച കാണുവാനും അവൻ്റെ മേൽ സ്വർഗത്തിലെ ദൈവം പകർന്ന ആത്മശക്തിയുടെ ഇരട്ടിപ്പങ്ക് അനുഭവിപ്പാനും ഏലിയാവ് അവസാനം ചെയ്ത അത്ഭുതം, യോർദാനെ പിളർന്നത്, എലീശയുടെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ചെയ്ത് താൻ അത്ഭുതകരമായി ദൈവസന്നിധിയിൽ ഉപയോഗിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. 1 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. യേശു ലോകത്തിലായിരുന്ന കാലഘട്ടത്തിൽ പ്രസ്താവിക്കുകയുണ്ടായി, ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുവിൻ. യേശു വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നമുക്ക് വെളിച്ചത്തിൽ നടക്കാൻ കഴിയും. അങ്ങനെ വെളിച്ചത്തിൽ നടക്കുന്നവർ തമ്മിൽ കൂട്ടായ്മയിൽ ആനന്ദമുണ്ട്, അവർ തമ്മിൽ കൂട്ടായ്മയുണ്ട് എന്ന് വചനം പറയുകയാണ്. ആരുടെ കൂടെയാണ് നടക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ചില ചിന്തകൾ വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചത്. 1-ാം സങ്കീർത്തനം 2-ാം വാക്യം അടുത്തൊരു മേഖല നമ്മുടെ മുമ്പിൽ തുറക്കുകയാണ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നാം വേദപുസ്തകം വായിക്കുന്നവരാണ്, നാം വേദപുസ്തകം ധ്യാനിക്കുന്നവരാണ്. വേദപുസ്തകത്തിൽ അനേക ചിന്തകളും വ്യാഖ്യാനങ്ങളും വെളിപ്പാടുകളും നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സങ്കീർത്തനം 2-ാം വാക്യം പറയുകയാണ്, യഹോവയുടെ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചാലും വായിച്ചാലും അത് സന്തോഷത്തോടെ വേണം അത് ധ്യാനിക്കാൻ. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഭാഗ്യവാനെന്ന് മലയാളത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളപ്പോൾ ഇംഗ്ലീഷ് അടക്കമുള്ള പല വേർഷൻസും ആ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ള വാക്ക് അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. വേദപുസ്തകം വിവക്ഷിക്കുന്ന വേദപുസ്തകം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള സ്വർഗത്തിലെയും ഭൂമിയിലെയും എല്ലാ അനുഗ്രഹങ്ങൾക്കും നാം അവകാശികളാണ്. അതിന് നാം പത്രിഭൂതരായി തീരുവാൻ, അത് പ്രാപ്യമാക്കേണ്ടതിനായി, അത് കൈവശപ്പെടുത്തേണ്ടതിനായി വചനം പറയുന്നു, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ നാം രാപ്പകൽ ധ്യാനിക്കുന്നവരാകണം. 37-ാം സങ്കീർത്തനം 4-ാം വാക്യം വേദപുസ്തകം പറയുന്നു, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഫേസ് ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം നമ്മുടെ ചോദ്യങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾക്കും മറുപടിയുണ്ട്. നാം ചിന്തിക്കുന്നതിനേക്കാൾ ചോദിക്കുന്നതിനേക്കാൾ അത്യന്തപരമായി ദൈവം നമ്മെ സഹായിക്കുമെന്ന് വചനം പറയുന്നു. ഫേസ് ലേഖനം 3:20 ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ക്രിസ്തുയേശുവിലും സഭയിലും എന്നേക്കും തലമുറയായും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. വചനം പറയുന്നു 37:4, ഞാൻ പറയുകയുണ്ടായി, യഹോവയിൽ തന്നെ രസിച്ചാൽ, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിച്ചാൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നമുക്ക് തരുന്ന ദൈവമാണ്. അങ്ങനെയുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, യോശുവയോടുള്ള ദൈവത്തിൻ്റെ ശക്തിയേറിയ ആലോചനയുണ്ട്. മോശയിൽ നിന്ന് ഭരണസാരഥ്യം ഏറ്റെടുത്തതിന് ശേഷം മരുഭൂയാത്രയിൽ മോശയുടെ നേതൃത്വത്തിൽ പലതവണ മോശയോട് പിറുപിറുത്ത പലവിധ ഇഷ്യൂസ്, പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഈ വലിയ ഉത്തരവാദിത്തം, ഈ ഭാരിച്ച ചുമതല എങ്ങനെ താൻ നിവർത്തിക്കുമെന്നുള്ള ആകുലതയിലായിരിക്കുന്ന യോശുവയോട് ദൈവം ഇറങ്ങി വന്ന് ഇങ്ങനെ പറഞ്ഞു, രാവും പകലും ദൈവത്തിൻ്റെ ന്യായപ്രമാണം
നിൻ്റെ ധ്യാനമായിരിക്കും. അത് വിട്ട് നീ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ പാടില്ല. അത് നിൻ്റെ ധ്യാനമായി തീർന്നാൽ നിൻ്റെ പ്രവൃത്തികൾ സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. അത് മാത്രമല്ല, ഒരു മനുഷ്യന് നിൻ്റെ നേരെ നിൽക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായം 12-ാം വാക്യം വേദപുസ്തകം പറയുന്നു, ദൈവമേ, നിൻ്റെ അധരങ്ങളുടെ കൽപ്പന ഞാൻ വിട്ട് പിന്മാറിയിട്ടില്ല. അങ്ങയുടെ വായിലെ വചനങ്ങളെ ആഹാരത്തെക്കാൾ ഞാൻ സൂക്ഷിച്ചിരിക്കുകയാണ്. വിലപിടിച്ചൊരാഹാരം നാം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളവ അല്ലെങ്കിൽ പിന്നീട് ഉപയോഗിക്കത്തക്ക നിലയിൽ നമ്മുടെ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറുകളിലോ നാം സൂക്ഷിക്കുന്നത് പോലെ ഈ വചനം പറയുകയാണ്, എനിക്ക് ഇനിയത് വേണം, ഇനിയത് ഉപയോഗിപ്പാൻ, വീണ്ടും വീണ്ടുമായി വിറക്കുവാൻ. വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന വചനങ്ങളെ ആഹാരത്തേക്കാൾ വിലയേറിയതായി ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. റോമാലേഖനം 7:22 പൗലോസ്ലീഹ പറയുന്നു, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. പഴയ നിയമത്തിൽ വിശുദ്ധന്മാർ മാത്രമല്ല, പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ ഭക്തൻ പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ ഉള്ളം കൊണ്ട് ഇഷ്ടപ്പെടുന്ന രസിക്കുന്ന ദൈവ പൈതലാണ്. 119-ാം സങ്കീർത്തനം 165-ാം വാക്യം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. വീഴാത്തൊരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിന്, നമ്മുടെ ജീവിത പാതയിൽ പതറാതെ മുന്നോട്ട് നീങ്ങേണ്ടതിന് നമുക്ക് ഈ ഒരു വാക്യം പ്രായോഗികമാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് ഇഷ്ടമുള്ള പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. 3-ാം വാക്യം, 1-ാം സങ്കീർത്തനം 3-ാം വാക്യം, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യനോടുള്ള ബന്ധത്തിൽ എന്താണ് അവന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഈലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാരെക്കുറിച്ച് തുടർന്നുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെയാണ്. ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കാതിരിക്കുമ്പോൾ ദൈവം നീതിമാൻ്റെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴി നാശകരമാകും. നമ്മുടെ മുമ്പിലേക്കുള്ള പാത അറിയാതെ നാം ഭാരപ്പെടുമ്പോൾ നാം ആരാധിക്കുന്ന ദൈവം, ഈ ന്യായപ്രമാണം ദൈവത്തിൻ്റെ വചനമാണ്, വചനം ദൈവമാണ്. നാം ഇതിൽ രസിക്കുമ്പോൾ, ആനന്ദിക്കുമ്പോൾ, ഈ വചനം തന്നെ ദൈവമായതിനാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നീതിമാനായ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ധ്യാനത്തോട് ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ വഴി ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ വഴി അറിയാനുള്ള ഒരു നല്ല മാർഗം കൂടിയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ, ദൈവമാകുന്ന വചനത്തിൽ നാം ആനന്ദിക്കുകയും സന്തോഷത്തോടെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആകുലത, ആശങ്കകൾ, കൺഫ്യൂഷന് മാറിപ്പോകും. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമുക്ക് വേണ്ടിയുള്ള വഴി തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു നല്ല വൃക്ഷം പോലെ, തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ, ഇലവാടാത്ത വൃക്ഷം പോലെ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ സതിതമായി തീരത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് ഇഷ്ടം തോന്നുവാൻ, രസിപ്പാൻ, ആനന്ദിക്കാൻ, അതിസന്തോഷത്തോടെ ധ്യാനിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗ്ഗപിതാവേ, സ്ക്രീനിന് മുമ്പിൽ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങൾ വായിക്കുന്നവരും ധ്യാനിക്കുന്നവരുമാണെന്നാൽ അതിനെ സന്തോഷത്തോടെ ധ്യാനിപ്പാൻ, വചനത്തിൽ രസിപ്പാൻ, രാവും പകലും അതിനെ തന്നെ ഞങ്ങൾ ശ്രദ്ധയോടെ കൈക്കൊള്ളുവാൻ, യോബ് പറഞ്ഞതുപോലെ ആഹാരത്തെ പോലെ അതിനെ സൂക്ഷിച്ചു വെക്കാൻ കൃപ തരണമേ. മാനസിക, ശാരീരിക, സാമ്പത്തിക, ആത്മമണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ജനത്തിന് മേൽ വരുമാറാകട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. നിന്റെ രാജ്യം വിസ്തൃതമാകട്ടെ. നിന്റെ നാമം മഹത്വപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.